ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു ബ്രഷ് പെൻ എൻ്റെ കയ്യിലെത്തിയത്. പക്ഷേ അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം അത് വെച്ചിട്ടൊരു ഡ്രോയിങ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ബ്രഷ് പെൻ വെച്ചിട്ട് ഡ്രോയിങ് ചെയ്യുന്നത്. ഞാൻ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊക്കെ ഡ്രോയിങ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത്ര ഭയങ്കര സംഭവമായിട്ടല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ബ്രഷ് പെൻ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയായി, സക്സസ് ആയോ, ഭംഗിയുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഞാൻ അത്ര വലിയ ബേസിക്കായിട്ട് കളർ അല്ലെങ്കിൽ ഡ്രോയിങ് പഠിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കലാകാരിയൊന്നുമല്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എന്താ പറയുക, എനിക്കൊരു സൺഫ്ലവർ വരയ്ക്കാൻ, ആദ്യം സൺഫ്ലവർ വരയ്ക്കാൻ ഒരാഗ്രഹം തോന്നിയപ്പോൾ ഞാനൊരു ചെറിയ സ്കെച്ച് ബുക്കിൽ വരച്ചു നോക്കി. അത് ഏകദേശം കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു സൺഫ്ലവറാണ് ഞാൻ വരച്ചത്. ഞാൻ വരച്ച 2 സൺഫ്ലവേഴ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. രണ്ടും കംപ്ലീറ്റ് ഇല്ല, സൺഫ്ലവറിൻ്റെ ഒരു പോർഷൻസ്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആ ഒരു ചെറിയ സ്കെച്ച് ബുക്കിൽ ചെയ്തിട്ടുള്ള സൺഫ്ലവർ ആണോ ഇതാണോ ഏതാണ് ഭംഗി എന്നൊന്ന് പറയട്ടോ. ഞാൻ രണ്ടും കാണിച്ചു തരാം.